ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ SSLC +2 റിസൾട്ട് വന്ന ദിവസമാണ് അല്ലെ. എനിക്കിന്ന് സംസാരിക്കാനുള്ളതും ആ കുഞ്ഞുങ്ങളുടെ പാരന്റ്സിനോടാണ്. കുറച്ച് പാരന്റ്സ് എങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്റെ കുഞ്ഞിന് ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവൻ എത്തിയില്ല എന്നൊക്കെ ഒരു ചെറിയ തോട്ടെങ്കിലും ചില പാരന്റ്സിനെങ്കിലും ഉണ്ടായിരിക്കും. ആ പാരന്റ്സിനോട് ഞാൻ ഇന്നൊരു കുഞ്ഞു സ്റ്റോറി പറഞ്ഞുതരാം. സ്വന്തം കുഞ്ഞിന്റെ കഴിവിൽ വിശ്വസിച്ച് ആ കുഞ്ഞിനെ ഉയരങ്ങളിൽ എത്തിച്ച ഒരു അമ്മയുടെ കഥ. തോമസ് ആൽവ എഡിസൺ, നമുക്ക് എല്ലാവർക്കും അറിയാം തോമസ് ആൽവ എഡിസൺ. ആ തോമസ് ആൽവ എഡിസൺ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന ദിവസം ഒരു ലെറ്റർ ടീച്ചർ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. ആ ലെറ്ററിൽ തന്റെ മോൻ ആ സ്കൂളിൽ പഠിക്കാൻ ആപ്റ്റ് അല്ല, ആ സ്കൂളിൽ ഇനി വിടണ്ട എന്നായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ ആ ലെറ്ററിൽ എന്ത് എഴുതിയിരുന്നു എന്ന് തോമസ് ആൽവ എഡിസൺ ചോദിച്ചപ്പോ തന്റെ അമ്മ പറഞ്ഞു, മോൻ IQ ലെവൽ കൂടുതലാണ്, മോനെ പഠിപ്പിക്കാനുള്ള ടീച്ചർ ആ സ്കൂളിൽ ഇല്ല, അതുകൊണ്ട് മോൻ ഇനി ഹോം സ്കൂളിംഗ് ചെയ്താൽ മതി എന്നാണ് അതിൽ എഴുതിയിരുന്നത്. ആ അമ്മയ്ക്ക് അന്ന് ആ കുഞ്ഞിന്റെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് ഇന്ന് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന തോമസ് ആൽവ എഡിസൺ ആയി മാറി. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വയ്ക്കുന്ന വിശ്വാസമാണ് നാളെ അവരെങ്ങനെ ആകണം എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ വിശ്വസിക്കാം. 1 മാർക്ക് കുറഞ്ഞതിനോ 2 മാർക്ക് കുറഞ്ഞതോ കൊണ്ട് അവരെ കഴിവുകൾ ഇല്ലാതെയാകുന്നില്ല. അവരെ കഴിവുകളിൽ നമുക്ക് വിശ്വസിക്കാം. നാളത്തെ നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി മാറേണ്ടത് കുഞ്ഞുങ്ങളല്ല, നമ്മൾ ഓരോ പാരന്റ്സുമാണ്.